തഞ്ചണ നാട് തഞ്ചും പുഴ തഞ്ചണ നാട് മലയാളക്കര നമ്മുടെ നാട്. തിത്തൈ തിരുവാതിര നാട് പെണ്ണും പടവെട്ടിയ നാട് മലയാളത്തിരുകടത്ത നാട്. തകതിത്തിത്താരോ തക തക തകതിത്തിത്താരോ തെയ്യം തിരയാടണ നാട് തുറ്റം തുടിയുണരണ നാട് തിരുവോണത്തിൻ സുന്ദര നാട് മലയാളം. God's own country മലനാട്. The real God's own country. ചിന്നം കളമിട്ടൊരു നാട് മകരം കുളിരിട്ടൊരു നാട് തിരയാടുന്നൊരു കാവിൻ നാട്. പുഴകൾ കലിതുള്ളണ നാട് മലയിൽ മഴ പൂക്കണ നാട് മുള പാടുന്നൊരു മാമല നാട്. സ്വാഗതം സ്വാഗതം സ്വാഗതം. സരിഗ പഗരി സനി പനി സരിഗ ഗപനി സനി പഗ പഗരി സരി സരിഗ പഗരി സനി പനി സരിഗ ഗപനി സനി പഗ പഗരി സരി ഗരി സരി ഗരി സരി ഗപ സനി പഗ പനി ഗപനി സനി പഗരി സനി പനി സരി ഗരി സരി 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 പഗ പനി ഗരി സരി ഗരി സരി ഗപ സനി പഗ പനി ഗപനി സനി പഗരി സനി പനി സരി ഗരി സരി. വരിക വരിക കൂട്ടരെ ഈ ചരിത്രവേദിയിൽ കൈകൾ കോർത്തു കഥകൾ ചൊല്ലി കൂട്ടുകൂടി നിന്നിടാ. വരിക വരിക കൂട്ടരെ ഈ ചരിത്രവേദിയിൽ കൈകൾ കോർത്തു കഥകൾ ചൊല്ലി കൂട്ടുകൂടി നിന്നിടാ. രാഖി നമ്പ്യാർ ഒരു അധ്യാപികയാണ്. എൻ്റെ കൂടെ സംഗീത് നമ്പ്യാർ പ്രശസ്തനായ സംഘാടകനും നല്ലൊരു പാട്ടുകാരനുമായ സംഗീതനെ കൂടി എന്നോടൊപ്പം ചേരുവാൻ ക്ഷണിക്കുകയാണ്. പത്മനാഭൻ പൊതുവാൾ, ഗംഗാധരൻ, പ്രദീപൻ, വിനയൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ അഡ്മിൻ നമ്മുടെ ജന്മനാടിനെ ഒന്നടങ്കം നൽകിക്കൊണ്ട് വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ നമ്മൾ ഇപ്പോഴും ദുഃഖിതരാണ്. അതോർത്ത് നമ്മൾ കേഴുകയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ താണ്ടിരുന്ന എത്രയോ മനുഷ്യരുടെ ജീവൻ ആ മഹാദുരന്തത്തിൽ ഒലിഞ്ഞുപോയി എന്നത് ഒരു ഞെട്ടലോടെ മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ആ മൺമറഞ്ഞ സഹോദരങ്ങളെ ഓർത്ത് പ്രവാസികളായ നാം നമ്മുടെ മനസ്സ്
ഇപ്പോഴും വിങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംഗമം മാറ്റിവെക്കണമെന്ന് നമ്മൾ ചിന്തിച്ചതുമാണ്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ ഈ പരിപാടി മാറ്റിവെക്കാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനോ ആവാതെ തീർത്തും വൈമനസ്യത്തോടെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടാൻ നിർബന്ധിതരായത്. അവരിലേക്ക് എത്തിക്കാനും സഹകരിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണൂരിന് വേണ്ടി ഞാൻ വ്യക്തിപരമായി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിപ്പം ഒരു കഴിഞ്ഞ വെക്കേഷനിലാണ് പഠിച്ചു തുടങ്ങിയത്. ഒരു 2 മാസം പ്രാക്ടീസ് ചെയ്തിരുന്നു. ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ 10th പാസ്സായി 11th പഠിക്കുന്നു. ഹരി പറയാൻ ഉദ്ദേശിച്ചത് ഇറ്റ്സ് ഓൾ ഇൻ ജീൻസ്. നമുക്ക് തുടങ്ങാം.
രണ്ടാമത്തെ സൗഹൃദ സംഗമം ഇവിടെ നടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് ഏകദേശം ഇതേ സമയത്ത് തന്നെ ഈ സംഗമം നടന്നതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ നന്നായി എല്ലാവർക്കും അറിയാം. അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് രവിയേട്ടൻ മുന്നേയുടെ പറഞ്ഞു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ കണ്ടുമുട്ടിയതാണ്. ആ സംഗമത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ദുരന്തത്തിന്റെ സാക്ഷികളായി ആ വേദനയിൽ നീറുമ്പോൾ ഈ ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയുടെ ഒത്തുചേരൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒത്തുകൂടൽ നമുക്ക് ആവശ്യം. ആ ദയയും ആ കാരുണ്യവുമാണ് നമ്മുടെ ശക്തി.
ഈ ശക്തി അനുദിനം നമ്മളിൽ പുതിയ ഉണർവ് ഉണ്ടാക്കും. അതിനായി നമ്മൾ ശ്രമിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. നാം ഇവിടെ രണ്ടാമത്തെ വർഷമാണ് ഈ കൂട്ടായ്മ ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഭൂപടം ശ്രദ്ധിക്കുകയാണെങ്കിൽ സംഗീത സംസ്ഥാനം കണ്ണൂർ. അത് കണ്ണൂർ കേരളത്തിൽ വെച്ചല്ല. അത്രമാത്രം അവിടെ മഹാത്മാരിയ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെല്ലാം കൂടി ഒത്തുകൂടി ഇവിടെ വന്നിട്ട് നമ്മുടെ ഇത്രമാത്രം ആൾക്കാർ ഈ ചെറിയ കണ്ണൂരുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ കണ്ണൂരിലെ കൂട്ടായ്മ എന്ന ഒരു വാട്സപ്പ് സംഘം ചേർന്നപ്പോഴാണ്. അതിനുശേഷം നമ്മുടെ കണ്ണൂരിൻ്റെ സ്പന്ദനങ്ങളെ നിത്യേന നിമിഷങ്ങളോളം നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്നു, വായിക്കുന്നു, കാണുന്നു. അപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആ കണ്ണൂരിൻ്റെതായ പ്രത്യേകമായ ആ സ്വഭാവ വൈശിഷ്ട്യം നമ്മളുടെ വരും തലമുറയിലേക്ക് മാറ്റി കൊടുക്കാനും ആ നമ്മുടെ കുട്ടികളെ ഈ എന്താ പറയുക നമ്മുടെ ആ പാരമ്പര്യത്തിലൂടെ ആ നമ്മുടെ ആ കൾച്ചറൽ ഭാവത്തിലൂടെ ഉള്ള ഉത്തരവാദിത്വം ഈ നമ്മുടെ കൂട്ടായ്മക്കുണ്ട്. അത്തരത്തിലുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ വരും തലമുറയിൽ എത്ര സന്തോഷം നമ്മുടെ ജവിയൊക്കെ അറിയാൻ ബന്ധപ്പെട്ട് എന്നാലും കണ്ണൂരിന്റെ ഒരു സ്നേഹമുണ്ടല്ലോ, അത് അനുഭവിച്ചറിഞ്ഞവനെ ഞാൻ. 7000 പേര് പങ്കെടുത്തു. ഉരുളിക്കാലത്ത് തൊട്ട് നമ്മുടെ ലോണാവാല വരെ. അപ്പൊ പലരും പറഞ്ഞത് നമ്മുടെ കണ്ണൂർക്കാരാണ് മത്സരിക്കാതിരിക്കുന്നത്. അതിന് ഞാനും ബാബുരാജൊക്കെ വേറെ വ്യത്യസ്തമായ പാട്ടിലാണ്. പക്ഷെ ഞങ്ങളെല്ലാം കൂടുതൽ എല്ലാവരും വന്ന് സഹകരിച്ച് ഒരുപാട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്ര ജനം എന്താ വന്നേ. ഞാനവിടെ പരാജയപ്പെട്ടു, അതിൽ വേഗം വരും. പക്ഷെ നല്ല ഓരോട് വരും. പക്ഷേ എൻ്റെ ആ നാടിന്റെ സ്നേഹം കണ്ടത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്തോരം ജനങ്ങളാണെന്ന് വന്നത്. 7000 പേരുടെ പദയാത്ര 3 മണിക്കൂറുകൾ വഴികളെല്ലാം ബ്ലോക്കായിരുന്നു. അപ്പൊ അന്നാണ് ശരിയാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ കണ്ണൂർ വിട്ട ആൾക്കാർ നമ്മൾ കണ്ണൂരിൽ പറയുമ്പോൾ ആദ്യം ഞെട്ടും, അയ്യോ പേടിക്കാൻ കേട്ടോ. പക്ഷെ കണ്ണൂരേക്കാൾ സ്നേഹമുള്ള വ്യക്തികൾ വേറെ ആരുമില്ല. കണ്ണൂരിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരിമാരുടെ ബന്ധമാണ് നമ്മളൊരു വലിയ വീട്ടിൽ. കണ്ണൂരിനെ ഏറ്റവും സ്നേഹിച്ച് ആദ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ പൊതുവായ കണക്കുള്ള ആളാണ് അദ്ദേഹം. കണ്ണൂരിൽ പറഞ്ഞ മരിക്കും ആ ഭാഷ പപ്പയുടെ ഞാൻ ആദ്യം നമ്പ്യാർ സാറ് രവിയേട്ടൻ ഇവരൊക്കെ നീ കണ്ണൂരാണോ എവിടെയാണെന്ന് ആ ഭാഷ വന്നത് രവിയേട്ടനും പൊതുവായ പപ്പേട്ടനും ആ ഭാഷ ഇതുവരെ പറഞ്ഞിട്ട് വരിക. എനിക്ക് നമ്പ്യാർ സാറൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതാണ് ആ ഭാഷയുടെ പ്രത്യേകത. പിന്നെ കുറെ പേര് ഇങ്ങനെ പൊതു കുറെ പേര് സൈലന്റ് ആയിട്ടിരിക്കും. നമ്മളെ കണ്ണൂർക്കാർ നല്ല ആൾക്കാരുണ്ട്. ദിനേശ് പോലുള്ള ആൾക്കാര് വളരെ സൈലന്റ് ആയിട്ട് ഈ കണ്ണൂരിനെ അടുത്തറിയുന്ന ആൾക്കാരാണ് അവര്. ഈ കണ്ണൂരിന്റെ പ്രത്യേകത ഇതാണ്, നമ്മൾ ഒന്നിച്ചു കൂടുക. നമ്മൾ ഈ പരിപാടി വേണ്ട നോക്കാൻ പലപ്പോഴും ആലോചിച്ചാണ് നമ്മുടെ പരിസ്ഥിതി അതല്ലാതെ പിന്നെ നമ്മളത് ആഘോഷമല്ല, ഓണാഘോഷമല്ല, നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ പരിപാടികളിൽ നിന്ന് മാത്രമാണ് ഇന്ന് ഈ വേദി നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ നമ്മളൊരു ഗുണം നോക്കിയാൽ നമ്മൾ നിശ്ചയിച്ച് അതേ സമയത്ത് തുടങ്ങി അതേ സമയത്ത് അവസാനിപ്പിക്കാൻ ഒരു 10-30 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട് എന്നുള്ളത് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരു ഫോൺ വിളിയിലൂടെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ഉറപ്പ് അറിയിച്ച പ്രിയപ്പെട്ട നമ്മുടെ സുരേഷ് സാർ, അതുപോലെ സജീവർക്ക് സാർ, അങ്ങനെ നമ്മുടെ ഈ വിവിധ മേഖലയിൽ നമ്മളോട് സഹകരിച്ച എല്ലാവരോടും ഹൃദയപൂർവ്വമായ നന്ദിയാണ് ഞാൻ പറയുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി എനിക്കൊപ്പം സഹകരിച്ച് എപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉദ്യോഗത്തിന് നന്ദി പറയാൻ പറയാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ മാട്രിമോണിയിലേക്ക് ഫ്രീ ആയ സർവീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. 10-25 ആളോളം ഇതുവരെയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പരിപാടിയുടെ ഭാഗമായി 2.5-3 മാസമായി നമ്മൾ ഉറങ്ങാതെ എനിക്കൊപ്പം ഒരുപോലെ നിന്ന് വർക്ക് ചെയ്ത സുരേഷ് നമ്മളെ പിന്നെ നിങ്ങളോട് ഈ കാര്യം പറയാൻ പറ്റുന്നത് നമ്മുടെ പ്രസ്ഥാനം ഇന്ന് മഹാരാഷ്ട്ര ചാരിറ്റി കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 1 നമ്മൾ അണ്ടർ ട്രസ്റ്റായി മാറിയിരിക്കുകയാണ്. ഇനി യാതൊരു പ്രശ്നമില്ലാതെ ആരൊക്കെ പൈസ വേണ്ടി മുന്നോട്ട് പ്രവർത്തനം നടത്താൻ പറ്റും. അതുപോലെ നമ്മൾ വയനാട്ടിലെ ഫണ്ടുകൾ സ്വരൂപിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും പൂർണ്ണമായ സഹകരണം നമ്മൾ കൃത്യമായ പൈസയുടെ കണക്ക് ഒരു റുപ്യയുടെ പോലും വ്യത്യാസമല്ല നിങ്ങളെല്ലാം അറിയിക്കുന്നതായിരിക്കും. അതുപോലെ മുന്നോട്ടില്ല എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാവരും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും
ഒരു വട്ടം കൂടി ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി. അറിയാം, സ്ഥിരമായി വരുന്നൊരു പാട്ടുണ്ട്, യേശുവേലാ കുമാരാ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? ആ പാട്ടിൽ എല്ലാ ഭാഷയിലും ഒരു വരിയുണ്ട്. അതിൽ മലയാളത്തിലെ വരി ഒന്നുണ്ടായി. എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമായി. മലയാള ഭാഷയുടെ കരുത്തിനെ പറ്റിയിട്ട് ആ പാട്ടിൽ ആ കലാകാരികളുടെ ഉണ്ടോ, ഞാൻ അവരെ അഭിനന്ദിക്കുക. അതൊരു സുന്ദരമായ സാധനം അവർ ചേർത്തു. അതിനെ കൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. ഒരു വാക്കുകളോ അവർ ഉപയോഗിച്ചിട്ടില്ല. മേൽപ്പത്തൂരിന്റെ അടുത്ത് ഭാഷ, മലയാള ഭാഷയിൽ ഒരു കൃതിയിൽ എഴുതിയിട്ട് പോകുന്ന ആള് മേൽപ്പത്തൂരിന്റെ അടുത്ത് പോവുക, കുന്താനം പോവുക. ആ കുന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന് പറയുന്ന മലയാള ഭാഷയുടെ കൃതിയായിട്ട് പോയപ്പോ അത് മറിച്ചു നോക്കിയിട്ട് മലയാളമാണ്, എനിക്ക് വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത് സീതയുടെ അന്തപുരത്തിലേക്കല്ല, ലക്ഷ്മണന്റെ അന്തപുരത്തിലേക്ക്. എന്റെ ഭാര്യയുടെ ഞാനുണ്ടായി. ആ കൂട്ടത്തിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന എന്റെ അച്ഛന്റെ കാവലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് താഴെന്ന് പറയുന്നത് ഒരു അനികൂട്ടായി നാട്ടിലായിരുന്നു. നിങ്ങളുടെ കണ്ണൂർ എന്റെ കണ്ണൂരാണ്, നിങ്ങളുടെ കണ്ണീര് എന്റെ കണ്ണീരാണ്. തിരിച്ചറിവിൽ സ്നേഹിക്കില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വയലാറിന്റെ വരികളോട് നമ്മുടെ കണ്ണൂരിനും ഒത്തുചേർക്കാം. നമ്മുടെ നാട്ടുഭാഷകൾ വർത്തമാനം പറയാം, നമ്മുടെ ഹൃദയം തുറക്കാം, നമ്മൾ കൂടിച്ചേരാം, ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ പുണ്യമണി പുണ്യ എന്ന വാക്കുണ്ടായത് നല്ല വാർത്തകൾ കേൾക്കുന്ന നാട് എന്ന അർത്ഥത്തിലാണ്. പൂനെ എന്ന് പറഞ്ഞാൽ പുണ്യവാർത്തകൾ പറയുന്ന ഇടമെന്നാണ് ഞാൻ പൂനെയെ പറ്റി മനസ്സിലാക്കിയത്. പുണ്യവാർത്തകൾ, പുണ്യ സ്ഥലം എന്ന അർത്ഥത്തിൽ, അതാണ് പിന്നെ പൂനെ. ആ പുണ്യം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ വിട്ടുവാങ്ങാൻ ഈ കൂട്ടായ്മ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിൽ ഇത്ര ദൂരെ നിന്ന് എന്നെ വിളിച്ചു വരുത്തിയ ഇതിന്റെ സംഘാടകരോട് ആദ്യം നന്ദി പറയുന്നു. അതുപോലെ വിശന്നിട്ടും ഈ വിശപ്പിനിടയിലും എന്നെ കേൾക്കാൻ കഴിയാതായി എന്നോട് പ്രതികരിച്ചിരുന്നു, വെറുതെ ഇന്നല്ല, പ്രതികരിച്ച് പോസിറ്റീവായിരുന്ന നിങ്ങളോടെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വയനാടിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ കരുതലിനും സ്നേഹത്തിനും ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന മുഴുവൻ മലയാളികളുടെ പേരിൽ ഒരു ഭരണാധികാരി സ്ഥാനത്തേക്കും വരാമെന്ന നിലയിൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണം വരാൻ പോവാണ് അല്ലെ? ഓണം വരാൻ പോവാ. ഇപ്രാവശ്യം ഓണം അവസാനം, ചിങ്ങമാസത്തിൽ അവസാനമാണ് ഓണമുള്ളത്. ആ നല്ലൊരു ഓണാശംസകൾ, നല്ലോണം. ഓണം പറഞ്ഞാൽ എന്താ? നല്ലോണമാണ്. നല്ലോണം ആനന്ദവും സന്തോഷവും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞതാണ് നല്ലോണം. അത്തരത്തിലൊരു നല്ല ഓണം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു. He really deserves a standing ovation. എന്തെങ്കിലും ആവശ്യമുള്ളവരാണ് ബന്ധപ്പെടാവുന്നത്. അവരുടെ മകയാണ്. രഞ്ജിത്ത് തെരുവോടിക്കും പുസ്തകം
അതിനെ സമാധാനം നൽകിയ സുരേഷ് ബാബു മുന്നേറിയിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ആഘോഷ കമ്മിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ബെസ്റ്റ് പെർഫോമൻസ് അവാർഡാണ്. ബെസ്റ്റ് പെർഫോമൻസ് അടുത്തതായി ഈ പരിപാടിയിൽ നമ്മുടെ ഈ സ്മരണിക എല്ലാ കൂപ്പണും ഓരോ സ്മരണിക ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ എല്ലാ കൂപ്പണും ഓരോ ടീ പാർട്ടിയുടെ കഴിഞ്ഞ മാത്രമേ എല്ലാവരും ഈ പരിപാടി കൊടുക്കുമെന്ന് വിനീതമായി പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നമ്മുടെ ഒരു ഗിഫ്റ്റ് കൊടുത്ത പാർട്ടി പിന്നെ നമ്മുടെ ഇതുവരെ നടന്ന പരിപാടിയിലെ ഒരു ചടങ്ങായതുകൊണ്ട് ഇവിടെ നടത്തുകയാണ്. അതിൻ്റെ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിൽ ആദ്യമായി നമ്മുടെ ഇന്നത്തെ മുഖ്യാർത്ഥികളുടെ കാര്യത്തിലേക്കുള്ള അവർക്കൊണ്ടും അതുപോലെ തന്നെ നമുക്കിന്ന് വിനോദസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടനോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. The
വനത്തിനുമപ്പുറം കുടലിന്റെ മണവുമായി ദൈവം ഉദിക്കുമ്പോൾ മന്ദമായുണർന്നു ഈ ഗ്രാമവും. അങ്ങ് കിഴക്കൻ വനത്തിനുമപ്പുറം കുടലിന്റെ മണവുമായി ദൈവം ഉദിക്കുമ്പോൾ മൗനമായുണർന്നു ഈ ഗ്രാമവും. പുനം കിടച്ചെത്തിയോ തുടികൊട്ടി വന്നതും കുടികെട്ടി നിന്നതും വലിയ കൊണ്ടെഴുതുന്ന കവിതയായി തീർന്നതും കർക്കിടക രാവുകളിൽ കരിവീണ ശക്തിയിൽ ചൂടോടെ വെന്നതും എന്റെ ഗ്രാമം. കാൽനിരത്തോടിന്റെ വക്കത്തിരുന്നവർ ചാണകത്തറയിലായി കോൽക്കളി കളിച്ചു. തോക്കിന്നു കാവലായി പോയവർ ചേർന്നു കിട്ടിയതൊക്കെയും വീതിച്ചെടുത്തു. വേദനകൾ നൽകുമ്പോൾ കണ്ട ദൈവമായി പൊടിക്കളം വാഴും മുത്തപ്പനുണർന്നു. വിറയാർന്ന കൈകളാൽ വാഴയില ചിന്തിയും വേവിച്ച വൻവയർ ചുട്ടമീൻ ചേർത്തതും ചന്ദ്രന്റെ പിൻകാവി മധുമകർന്നപ്പോഴും നെഞ്ചിന്റെ വേദനകളാം മറന്നു. വേദങ്ങളൊന്നും കടന്നു വന്നില്ലേലും ഓങ്കാരമുയർന്ന ചെങ്കുമായി നിന്നു. വേണ്ടച്ചടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മ തർസി Thank you.
जैसे ही तुम आंखों में बड़ा हुआ कोटि जन्मों की तपस्या और पुण्य के कारण यशोदा को हमारी माता बनकर हमारी बाल लीला का आनंद पाने का सौभाग्य प्राप्त हुआ है। Our dearest MLA, Mr. Hafiz Lage, amongst us to enjoy the program. So, over to. Thank you, Zainab sir. Thank you, Mukesh sir. Zainab sir, wholeheartedly.
തിങ്കളൻ നിലവിൽ നെറ്റിത്തള്ള നീർവടിയ കൊച്ചപ്പൊയ്കയാടിയവൾ തിങ്കളൻ നിലവിൽ നെറ്റിത്തള്ള നീർവടിയ കൊച്ചപ്പൊയ്കയാടിയവൾ എപ്പോൾ നോക്കിയാലും റീൽ ഉണ്ടാക്കലോ പണി. അപ്പൊ ഈ പറഞ്ഞ കക്ഷി ഇല്ലേ, ഇവിടെ ഒരു ഉഗ്രൻ ഡാൻസറാണ്, ഭരതനാട്യം നല്ലോണം പഠിച്ചിട്ടുണ്ട് പണ്ട്. അപ്പം നമ്മൾ ഏടെ ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാലും ഇവരെ കാണുക, മൂലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കൽ. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കുശുമ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ വന്നത്. ഏത് ഉഷാറായിട്ട് എനിക്ക് സഹിക്കുന്നില്ല, ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യമായിട്ട് സഹിക്കുന്നില്ല, ഒന്ന് ക്ഷമിക്കണം. നിന്റെ അരിവിൽ
നാളികേരത്തിന്റെ നാട്ടിലേക്കൊരു നാടികിടങ്ങടി മണ്ണുണ്ട്, ഒരു നാടികിടങ്ങടി മണ്ണുണ്ട്. കൊഞ്ചും കിളി കൊഞ്ചണ നാട്, തഞ്ചും പുഴ തഞ്ചണ നാട്, മലയാളക്കര നമ്മുടെ നാട്. തിത്തൈ തിരുവാതിര നാട്, പെണ്ണും പടവെട്ടിയ നാട്, മലയാളത്തിരുകടത്ത നാട്. എന്നോ രംഗത്തിൽ ചേട്ടനെ കണ്ട് ഞാൻ ഞെട്ടിയുണർന്ന് കരച്ചിലല്ലേ. പരിമറിയുമ്പോൾ വളർത്തുന്ന പരമ്പരയിൽ നീ കേട്ടിട്ട് തലക്കുടി പുഴവിൽ കടന്നു നടന്നിരിക്കുന്നുണ്ട് രാഷ്ട്രപതി. മേലൂരെ കേട്ടം ഞാൻ കൊട്ടേത്ത് കേരാനും നേരം നേരിട്ടാലും ചെത്താൻ പൊന്നേ. കാണാത്ത നാണേരും ആ കാലം വേണ്ടത് 1000 വട്ടം പറഞ്ഞില്ലേ ഞാൻ. ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട, ഓമേന പൂമുഖം അടിയിടേണ്ട, ഓമേന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമേന കുണ്ട ഓർമ്മ നൽകാം. Thank you.
പകല മുഴുവൻ പണിയെടുത്ത് കാശിനെ കണ്ടു മുറിച്ച് എന്റെ പോലെ കട്ടത്തിലെ മയുതാ എന്റെ പോലെ കട്ടത്തിലെ മയുതാ. Come on. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദൻ ചൊപ്പിട നിങ്ങളെ പെണ്ണെ കണ്ടേനാ ചന്ദന്റെ കരി ചട്ടീന് കല്ലിന്റെ പൊട്ടെ നെയ്യുള്ള പിടക്കിന മീനാണേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദൻ ചൊപ്പിട നിങ്ങളെ പെണ്ണെ കണ്ടേനാ മീന് കല്ലിന്റെ പൊട്ടെ നെയ്യുള്ള പിടക്കിന മീനാണേ. ഇന്നത്തെ കച്ചവടം വെള്ളത്തിലായി ഇന്നത്തെ കച്ചവടം വെള്ളത്തിലായി പലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചോള നിങ്ങളെ കണ്ടേ കണ്ടേനാ വെള്ളിന്റെ കൊട്ടെ നെയ്യുള്ള വിളക്കിന വീടാനേ. പ്പം ഒഴുകു ചാടിയ കണ്ടമ്മേ കമ്പാച്ചേരി ഒടുത്തങ്കിച്ചയുടെ കണ്ടമ്മേ ഒഴുകു ചാടിയ കണ്ടമോ നിന്റെ കമ്പാച്ചേരി ഒടുത്തങ്കിച്ചയുടെ കണ്ടമ്മേ ആണിന്റെ മാനം താക്കന താരടി കണ്ടമ്മേ ഈ വീട്ടിലിരിക്കണ കണ്ടമ്മേ ആണിന്റെ മാനം താക്കന താരടി കണ്ടമോ ഈ വീട്ടിലിരിക്കണ കണ്ടമ്മേ ഒഴുകു ചാടിയ കണ്ടമോ നിന്റെ കമ്പാച്ചേരി ഒടുത്തങ്കിച്ചയുടെ കണ്ടമ്മേ. ചന്ദ്രോദയത്തിന്റെ കാണിയാണ് ഇവൾ കാരുണ്യ കാരുണ്യ രഥമാണ്.
കൊണ്ട് കണ്ണൂരോടും കണ്ണൂർ അഭിനന്ദനത്തിന്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അടുത്തത് ഇന്നത്തെ ഈ കലാവിധ ഭാഗമായ നമ്മുടെ കണ്ണൂരിന്റെ സ്നേഹബഹുമാനം ഓരോരുത്തരായി ചെയ്യുന്ന വലതുവശത്തിന്റെ കയ്യിലുകൊണ്ട് സ്നേഹബഹുമാനം ഏറ്റുവാങ്ങി നമ്മുടെ കണ്ണൂർ കുട്ടികളുടെ ലഭ്യപ്പെടുവാണ്. അടുത്ത സെക്രട്ടറി Akhil Bosi, Akhil Raj Bosi. Okay, okay, go. Kalau nomor yang nomor sama. നാട് മലയാളക്കര നമ്മുടെ നാട്, തിത്തൈ തിരുവാതിര നാട്, പെണ്ണും പടവെട്ടിയ നാട്, മലയാളത്തിരു കടത്ത നാട്.